വർഷത്തെ ഇടതുഭരണവും കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയും എന്ന വിഷയത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. KSSSPA-യുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ EMS ടൗൺ ഹാളിൽ നടന്ന സമ്മേളന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. എല്ലാം ശരിയാക്കാം എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ 9.5 വർഷം കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല, നികുതികൾ വർദ്ധിപ്പിച്ചും ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും 2021 മെയ് മുതൽ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ 50% ശമ്പള പരിഷ്കരണ കുടിശ്ശികയും വിതരണം ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ചർച്ചയിൽ പറഞ്ഞു. ട്രഷറർ VA അഫ്സലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ തീർച്ചയായിട്ടും ഒരു ജീവിതത്തിന്റെ ആയുസിന്റെ ഒട്ടുമിക്ക സമയവും നമ്മുടെ ആയുസും അതുപോലെ നമ്മുടെ വിയർപ്പും നമ്മൾ കൊടുത്തത് സർക്കാരിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നിങ്ങൾ ജീവിതത്തിന്റെ കൂടുതൽ വീട്ടിലും ബന്ധുക്കളുടെ അടുത്തും അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തും ചെലവഴിക്കുന്നതിൽ കൂടുതൽ സമയം ഓഫീസിലും ജീവിതത്തിലുമായിട്ട് മാറ്റിവെച്ചപ്പോൾ പെൻഷൻ ആയതിനു ശേഷം നിങ്ങളുടെ അവകാശങ്ങൾ നിരസിക്കുമ്പോൾ, അല്ലെ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരം തീർച്ചയായിട്ടും വളരെയധികം അഭിമാനകരമാണ്. ഈ നാടിന് ആശ്വാസവുമാണ്. അതുപോലെ തന്നെ ജീവിതം, നമ്മൾ പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഔദാര്യമല്ല, അത് അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സമരം തീർച്ചയായിട്ടും പെട്ടെന്ന് വാക്കുകൾ അഭിനന്ദനാർഹമാണ്, അല്ലെ? കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC പ്രസാദ്, വേങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബി ബിജു, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജോയ് പൂണേലി എന്നിവർ ആശംസകൾ നേർന്നു. ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ഞാൻ അവിടെ നിന്ന് ശമ്പളം കൽപ്പിക്കുമ്പോൾ വാങ്ങുമ്പോൾ ആ ജീവനക്കാരൻ പെൻഷൻ പറ്റി കഴിയുമ്പോൾ അവന്റെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും അവിടുത്തെ സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളാണ് സമരവുമായി രംഗത്തിറങ്ങുന്നത്. കാരണം ആ ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർ തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ തൊഴിലിടയിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത് കാലാകാലങ്ങളിൽ കിട്ടേണ്ട DAയും കുടിശ്ശികയും എല്ലാം നമുക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ പറ്റിയ ആളുകൾ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കളക്ടറേറ്റിന് മുന്നിലൊക്കെ സമരം നടത്താൻ പോകുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സർവീസ് പെൻഷൻസിന്റെ ആവശ്യകത എന്താണ് എന്ന് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൊഫസർ K ചന്ദ്രശേഖര പിള്ളയുടെ നേതൃത്വത്തിൽ വിഷയാവതരണം നടത്തി. ഏറ്റവും പുണ്യവും പ്രശസ്തവുമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന വാർത്ത മാധ്യമങ്ങളിൽ നടന്നു നിൽക്കുമ്പോൾ ഇപ്പൊ വന്ന പാട്ടുണ്ടല്ലോ, പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. നിങ്ങൾ എപ്പോഴാണ് കേട്ടത്? ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് കേട്ടത്. അത് മാർക്സിസ്റ്റ് പാർട്ടി വേറില്ലാത്തതുകൊണ്ട് മാത്രം സംഭവിച്ചത്. നിങ്ങൾ കേൾക്കാൻ കാരണം CPM തന്നെയാണ്. കാരണം എന്താണ്? അതിന് കേസെടുക്കാതിരുന്നെങ്കിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട കുറെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെ സജീവമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ കുറെ പ്രവർത്തകർ മാത്രം അറിഞ്ഞിരുന്ന ഒരു പാട്ട് കേരളം മുഴുവൻ ഫേമസ് ആക്കിയതിന് നമ്മൾ നന്ദി പറയേണ്ടത് CPM-നോട് തന്നെയാണ്. കാരണം ഇത് ഇലക്ഷന് വേണ്ടി നമ്മൾ നേതാക്കന്മാർ ചെയ്തതൊന്നുമല്ല. കലയും കവിതയും സ്നേഹിക്കുന്ന UDF മനസ്സുള്ള ഒരാൾ ഗൾഫിൽ നിന്നൊരു കവിത എഴുതി കേരളത്തിൽ അയച്ചു കൊടുത്തപ്പോ, അതിന്റെ സംഗീതം കൊടുത്തപ്പോ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി 2 ലൈനിൽ 2 മണിക്കൂർ സംസാരിക്കുന്നതിനേക്കാൾ ജനഹൃദയങ്ങളിലേക്ക് പറഞ്ഞു കയറിയ ഒരു പാട്ടാണ് സ്വർണ്ണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഇതെല്ലാവരും പാടുന്നുണ്ട്. നിയോജക മണ്ഡലം സെക്രട്ടറി MK സതീശൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.